മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഗീബൽസൻ തന്ത്രമാണ് വലിയ രീതിയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു കളവ് പറയാ, അത് 100 തവണ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കുന്ന ഗീബൽസൻ തന്ത്രം. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകള്, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകള് ചാനലായ ചാനലിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം മോദിക്കെതിരെ ക്രിസ്മസുമായിട്ട് ഇപ്പോ ഈ രംഗത്തെത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ഇരുന്നിട്ട് പച്ചക്കള്ളം ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ സന്ദീപ് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ആളുകൾക്ക് തോന്നും. യഥാർത്ഥത്തിൽ വിവേകത്തോടുകൂടി ബോധത്തോടുകൂടി സന്ദീപ് വാര്യർ പറയുന്നത് എന്ത് എന്നൊന്ന് കേട്ടാൽ ഒറ്റയടിക്ക് മനസ്സിലാവും പച്ചക്കള്ളമാണ്, ഒരു ഉളുപ്പുമില്ലാതെ ഈ വിളിച്ചു പറയുന്നത് എന്ന്. അതും സന്ദീപ് വാര്യർ പറയുന്നതിൽ തന്നെ വ്യക്തമായിട്ട് അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതായാലും സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചക്കിടെ പറഞ്ഞ പച്ചക്കള്ളം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വേഷം ധരിച്ച് നടക്കുന്ന കുട്ടികളെയൊക്കെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഓടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ഗാസിയാബാദിൽ ഒരു ബംഗ്ലാദേശിയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരാൾ വന്ന് ഒരു ബാബയായി മാറി അദ്ദേഹം ഒരു ക്രൈസ്തവ ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്കിടയിൽ കയറി നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, അതിന്റെ വീഡിയോ ഇന്ന് എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീതിജനകമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് കണ്ടാൽ തന്നെ ആളുകൾക്ക് ഭയപ്പാട് തോന്നുന്ന രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ തന്നെ ചില വനിതാ നേതാക്കളൊക്കെ ക്രൈസ്തവരെ ആക്രമിക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ പേരിൽ ഉത്തർപ്രദേശിൽ ഒരു ഷോപ്പിംഗ് മോളിന് പുറത്ത് വെച്ചിട്ടുള്ള ക്രിസ്ത്യൻ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടിച്ചു തീർക്കുന്നു. പള്ളിക്ക് പുറത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു തീർക്കുന്നു. ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയാണല്ലോ. അതിനൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ബജ്രംഗ് ദളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്. ഇതെല്ലാം സംഘപരിവാറിന്റെ സംഘടനകളാണ്. വിവിധ ക്ഷേത്ര സംഘടനകൾ എന്നാണ് സംഘപരിവാർ ഇതിനെ പൊതുവെ വിളിക്കുന്നത്. ആ സംഘപരിവാറിൽ RSSന്റെ നിയന്ത്രണത്തിലുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായിട്ടുള്ള ബജ്രംഗ് ദൾ നേരിട്ട് ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, ഹിന്ദു സംഘടനകൾ നേരിട്ട് ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെയൊന്നും അപലപിക്കാതെ പ്രധാനമന്ത്രി ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒരു പള്ളിയിൽ പോയി നടത്തിയിട്ടുള്ള ഇതിനപ്പുറം അതിൽ എന്ത് ആത്മാർത്ഥതയാണ് എന്നുള്ളതെന്ന് ന്യായമായും ചോദിക്കേണ്ടി വരികയല്ലേ? എന്തുകൊണ്ട് അദ്ദേഹം തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല? പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ കരോൾ സംഘത്തെ ആക്രമിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു വളരെ ചെറിയ ഒരു മതന്യൂനപക്ഷ വിഭാഗത്തെ ഭയവിഹുലരാക്കിക്കൊണ്ട് നടത്തുന്ന ഈ അതിക്രമങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും പറയുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നില്ല. അദ്ദേഹം ഈ ചെറിയ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സോപ്പിടാൻ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഇത്തരം കാര്യങ്ങൾക്കപ്പുറം അതിനപ്പുറത്തുള്ള ഒരു തീവ്ര ഹിന്ദു വിഭാഗങ്ങൾ, ഹിന്ദു വോട്ട് ബാങ്ക്, അതിനെ സ്വാധീനിക്കാൻ വേണ്ടി, അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി അദ്ദേഹം ബാലൻസിംഗ് ആയി നടത്തുന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരിക്കലും ഇത്തരം ബാലൻസിംഗ് ആക്ടിന് വേണ്ടി നിൽക്കുന്നയാളാവരുത്. അദ്ദേഹം വോട്ടിന് വേണ്ടി ബാലൻസിംഗ് ആക്ട് കളിക്കരുത്. അതിന് പകരം ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ മൈക്രോ മൈനോറിറ്റി എന്ന് വിളിക്കാവുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങളെ തടയാനുള്ള ധാർമ്മികമായ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? സന്ദീപ് പറഞ്ഞതിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. സന്ദീപ് തന്നെ പറയുന്നത് ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് മൈക്രോ മൈനോറിറ്റി ആണ് എന്നുള്ളത്. എന്നിട്ട് സന്ദീപ് പറയുന്നത് തീവ്ര ഭൂരിപക്ഷ ആളുകളെയൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവര് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാതെയാണ് മോദി മുന്നോട്ട് പോകുന്നത് എന്ന്. ഇതേ സന്ദീപ് തന്നെ പറയുന്നു മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തെ സോപ്പിടാൻ എന്ന്. അതായത് ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് എതിരെ മിണ്ടുന്നില്ല എന്ന് പറയുന്നു. മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളെ എന്തിനാ, ഇവന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ഇവിടെ ഈ പറയുന്ന ഇവൻ തന്നെ പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഒരു സ്വാധീനം പോലും ഇല്ല എന്ന് സന്ദീപാണ് പറയുന്നത്. അത്തരം ആളുകളെ എന്തിനാ സോപ്പിടുന്നത്? ഇവന്റെ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തിന് മുന്നിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. വിവിധ മതങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണമെന്ന് സന്ദീപിന്റെ ഭാഷയിൽ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തെ പോലും പ്രധാനമന്ത്രി എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ അവരുടെ അടുത്തേക്ക് പോവുക. സന്ദീപ് പറയുന്ന അതേ ഭാഷയിൽ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള അവരെ പോലും നമ്മുടെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുക. രാജ്യത്തെ ജനതയോട്, ലോകത്തെ ജനതയോട് പറയാ, ഞങ്ങളെ രാജ്യത്ത് എല്ലാവരെയും ഒരുമിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മൈക്രോ എന്നോ ഭൂരിപക്ഷോ ആ ഒരു വേർതിരിവുമില്ല എന്ന് ലോകത്തിന് പ്രധാനമന്ത്രി കാണിച്ചു കൊടുക്കല്ലേ.
നമ്മൾ അതല്ല, ഈ സന്ദീപ് പറയുന്നതിൽ തന്നെ വളരെ വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടോ. പ്രധാനമന്ത്രി മൈക്രോ മൈനോറിറ്റിയെ പോലും ചേർത്ത് പിടിക്കുക. ഇത് മാത്രാണോ? ഇവരെന്തൊക്കെ നെറികേടുകളാണ് നിരന്തരം പച്ചക്കള്ളം ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത്. ഏതോ ബംഗ്ലാദേശ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സംഘപരിവാറിന്റെ തലയിലേക്കാണ് വെക്കുന്നത്. ഈ കുറി തൊട്ട ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്താലും അത്, ആ നെറികേട് എന്ത് ചെയ്താലും അത് സംഘപരിവാർ എന്ന് പറയുന്നത്, അത് എങ്ങനെയാണ് സന്ദീപ് ശരിയാവുക? ലേശൊക്കെ ഒരു ഉളുപ്പൊക്കെ വേണം സന്ദീപ്. പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യസന്ധത വേണ്ടേ? ബംഗ്ലാദേശി ആയിട്ടുള്ള ഒരുത്തൻ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്താൽ അതെങ്ങനെയാ സംഘപരിവാറാവുക? ഇനി ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ സംഘപരിവാറിന്റെ തലയിലേക്ക് എങ്ങനെയാ വെക്കുക? പാലക്കാട്ടെ വിഷയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ലേ? ഏതെങ്കിലും വട്ടന്മാർ ചെയ്യുന്നത് BJP-യുടെ തലയിലേക്ക് ഒരുത്തരും വെക്കണ്ട എന്ന്. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്, ഇതാണ് RSSന്റെ നിലപാട്, ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഒന്നടക്കം ഉയർത്തിപ്പിടിക്കുന്നത്. പ്രധാനമന്ത്രി മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളെ പോലും ചേർത്ത് പിടിക്കുക. ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഒരു പള്ളിയിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ അപ്പുറം എന്ത് ചേർത്ത് പിടിക്കലാണ് ഇനി വേണ്ടത്? ഇതൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്ത് ചെയ്താലും അത് മോശമായിട്ട് ചിത്രീകരിക്കും. ഇത് പള്ളിയിൽ പങ്കെടുത്തിട്ടില്ല എന്തൊക്കെ ഇവൻ വിളിച്ചു പറയും. ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ചു നോക്കുക. ഇനി ഈ പറയുന്ന ഒറ്റപ്പെട്ട സംഭവം, അതും ബംഗ്ലാദേശി ഏതോ ആളുകൾ ചെയ്യുന്നതിനെ പോലും ശക്തമായിട്ട് എതിർത്ത് നിലപാടെടുത്താണ് ഭാരതീയ ജനതാ പാർട്ടി, നരേന്ദ്രമോദി സംവിധാനങ്ങള്, കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ലളിതമായിട്ട് കോൺഗ്രസിനോടൊരു ചോദ്യം ചോദിക്കാണ്ട്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും വേട്ടയാടി അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, കത്തിച്ചോണ്ടിരിക്കുക. ആ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒപ്പം കൂട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും വർഗീയതയുണ്ടോ എന്ന് ഉളുപ്പില്ലാതെ ചോദിക്കുന്ന VD സതീശനെതിരെ എന്തെങ്കിലും ഈ സന്ദീപിന് പറയാനുണ്ടോ? സന്ദീപ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരമുണ്ടോ? തെറ്റ് ചെയ്തവരെ തള്ളാൻ പോലും സാധിക്കാതെയാ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ നരേന്ദ്രമോദിയുടെ പിന്നാലെ, BJP-യുടെ പിന്നാലെ സന്ദീപൊക്കെ വരുന്നത്. അല്ല, ഈ സന്ദീപിന് ഈ മോദി വിരുദ്ധതയും RSS വിരുദ്ധതയും അല്ലാതെ ഒരു പൊളിറ്റിക്സും ഇല്ലേ, ഒരു രാഷ്ട്രീയവും ഇല്ലേ? ഇതാണോ രാഷ്ട്രീയം? രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനത്തിനെതിരെ പച്ചക്കള്ളം 24 മണിക്കൂറും പറയാ എന്നതിലപ്പുറം ഈ സന്ദീപിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടോ? ഒരു കസേര കിട്ടാത്തതിന് ഓടിപ്പോയവനല്ലേ? എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയം ഈ സന്ദീപിന് ഉണ്ടോ? 24 മണിക്കൂറും കള്ളം ഇങ്ങനെ പറയാ, പച്ചക്കളി. ഇത് കണ്ട് കുറെ മരമൊണ്ണകൾ ഇങ്ങനെ കൈയടിക്കാനും പറയുന്നത് മൊത്തം തിരിച്ചു മുഖത്ത് തന്നെ അടി കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ട്, ഏത് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയത് ഫോട്ടോഷൂട്ട്, അതേസമയം രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടി വിവരക്കേട് ചെയ്താല് അത് ഭയങ്കര സൂപ്പർ കൈയടിക്കൂ. നമ്മുടെ രാജ്യത്തെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ളവരെ പോലും പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച് ലോകത്തിനൊരു സന്ദേശം കൊടുക്കുന്നത് ഈ സന്ദീപ് ഉളുപ്പില്ലാതെ പറയുന്ന ഫോട്ടോഷൂട്ട്, വിവരക്കേടായിട്ട് കുളത്തിൽ ചാടുന്നതിന് കൈയടിക്കുക. സന്ദീപിനൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സകല സുഡാപ്പികളെയും സകല ജമാഅത്തെ ഇസ്ലാമി സംവിധാനങ്ങളെ കയ്യടി വാങ്ങുക, എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടണം നിയമസഭയിലേക്ക്. അതിനുള്ള പെടാപ്പാടാണ് ഈ പെട്ടോണ്ടിരിക്കുന്നത്, ഒരു ഉളുപ്പുമില്ലാതെ. ഈ ജാതി പച്ചക്കള്ളം പറയുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടോ?